വീട് നിർമ്മാണത്തിൽ വാസ്തുകലയുടെ മനോഹാരിത ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നടുമുറ്റം. ശുദ്ധവായു, സൂര്യപ്രകാശം, ഇളം കാറ്റ് എന്നിവ ലഭിക്കുന്നതുകൊണ്ട് ഇന്ന് നടുമുറ്റ നിർമ്മാണ രീതി ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുള്ള ചൂടും വൈദ്യുതി ചാർജുകളുടെ വർധനവും ലൈറ്റുകളുടെയും ഫാനുകളുടെയും AC-യുടെയും ഉപയോഗം കുറയ്ക്കുവാനായി പ്രകൃതിക്കനുയോജ്യമായ വീട് നിർമ്മാണത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. കുറച്ചു കാലം മുമ്പ് വരെ കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു കേരളത്തിൽ നിലനിന്നതെങ്കിൽ ഇന്നത് അണുകുടുംബത്തിലേക്ക് മാറി. ഇതോടെ ചെറിയ പ്ലോട്ടുകളിൽ കോൺക്രീറ്റ് വീടുകൾ പെരുകി വന്നു. ഒപ്പം വെള്ളത്തിനും വെളിച്ചത്തിനും ശുദ്ധവായുവിനുമുള്ള നെട്ടോട്ടമായി. ഇതിന് പരിഹാരമെന്നോണം ആവാം ഇന്ന് കൊച്ചു വീടുകൾ ആണെങ്കിലും അവ നടുമുറ്റങ്ങളായിട്ട് തന്നെയാണ് പലരും പണിയുന്നത്. ചിലരത് പരമ്പരാഗത രീതിയിലും മറ്റു ചിലർ പ്രകൃതിക്കനുയോജ്യമായ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയുമാണ് നിർമ്മിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നടുമുറ്റങ്ങൾ പണിയുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, നടുമുറ്റത്തിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ എന്നിവയാണ്. സുഹൃത്തുക്കളെ, വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചേര ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാവാം കേരളത്തിലേക്ക് നാലുകെട്ടും നടുമുറ്റത്തിൻ്റെയും കടന്നുവരവ് എന്ന് വിശ്വസിക്കുന്നു. വീടുകളിൽ വൈദ്യുതിയുടെ കടന്നുവരവിന് മുമ്പ് പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലും പ്രകൃതിക്കനുയോജ്യമായ വസ്തുക്കൾ ഉപയോഗിച്ചുമായിരുന്നു ഭവനങ്ങൾ നിർമ്മിച്ചിരുന്നത്. കേരളത്തിലെ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ സൂര്യപ്രകാശം, ശുദ്ധവായു, ഇളം കാറ്റ് എന്നിവ ലഭിക്കുന്നതിനും അത് വീടുകളിൽ നിലനിർത്തുന്നതിനും നടുമുറ്റം ഒരു പ്രധാന പങ്കു തന്നെയാണ് വഹിക്കുന്നത്. ഇതിനിണങ്ങുന്ന രീതിയിൽ നടുമുറ്റത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളെ തെക്കിനി, വടക്കിനി, പടിഞ്ഞാറ്റിനി, കിഴക്കിനി എന്നിങ്ങനെ വാസ്തുശാസ്ത്രമനുസരിച്ച് വേർതിരിച്ചിട്ടുണ്ട്. ഓരോ ഭാഗങ്ങൾക്കും കാലാവസ്ഥയ്ക്കനുസരിച്ച് അടുക്കള, ബെഡ്റൂം, പൂജാമുറി, അതിഥികൾക്കുള്ള ഇരിപ്പിടം എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. ശുദ്ധവായുവും സൂര്യപ്രകാശവും വീടിനകത്ത് എത്തിക്കുന്നതുകൊണ്ട് നടുമുറ്റത്തെ വീടിൻ്റെ ഹൃദയമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് നടുമുറ്റം പണിയുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് നോക്കാം. വീടുപണിയുടെ തുടക്കമായ ഫൗണ്ടേഷന്റെ പണി തുടങ്ങുന്ന സമയത്ത് തന്നെ നടുമുറ്റത്തേക്കാവശ്യമായ ഡ്രൈനേജ് സംവിധാനത്തിനുള്ള പൈപ്പ് ഇട്ടുവെക്കേണ്ടതാണ്. ഇത് നിങ്ങൾ മഴവെള്ളം നടുമുറ്റത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പൈപ്പ് ഇട്ടുവെക്കേണ്ടതാണ്. ഇത് പറയാനുള്ള പ്രധാന കാരണം ഇന്നത്തെ ഒട്ടുമിക്ക വീടുകളിലും ചെറിയ നടുമുറ്റമായിരിക്കും. ഇന്ന് പലരും നടുമുറ്റത്തേക്ക് മഴവെള്ളം എത്തിക്കുന്നതിനു പകരം വാട്ടർ ഫൗണ്ടനുകൾ, മീൻ വളർത്തൽ, ഇൻഡോർ പ്ലാന്റുകൾ വെച്ചു പിടിപ്പിക്കുക എന്നിവയാണ് ഇന്നത്തെ ട്രെൻഡ്. ഇതിൻ്റെ എല്ലാം തന്നെ
വേസ്റ്റ് വെള്ളങ്ങൾ ഒഴുക്കിവിടുന്നതിനായി ഡ്രൈനേജ് സംവിധാനം നിങ്ങൾക്കാവശ്യമാണ്. ഡ്രൈനേജ് പൈപ്പുകളുടെ രണ്ടറ്റവും നെറ്റുകൾ കൊണ്ടോ ഹോളുകളുള്ള അടപ്പുകൾ കൊണ്ടോ അടച്ചു വെക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വീടിനകത്തേക്ക് പാമ്പുകളോ ഇഴജന്തുക്കളോ വീട്ടിനകത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സോഫ്റ്റ് പ്രതലമാണെങ്കിൽ നടുമുറ്റത്തിൻ്റെ തൂണ് വരുന്ന ഭാഗങ്ങളിൽ കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ ചെയ്യുകയോ, ഉറപ്പുള്ള പ്രതലമാണെങ്കിൽ കരിങ്കൽ ഫൗണ്ടേഷനോ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം തൂണുകൾക്ക് ഭാരക്കൂടുതൽ വരുന്ന സമയത്ത് ഇരുന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നിങ്ങൾ വാസ്തുശാസ്ത്രം അനുസരിച്ചാണ് നടുമുറ്റം പണിയുന്നതെങ്കിൽ ഒരു കാരണവശാലും സ്ക്വയർ ആയിട്ടുള്ള നടുമുറ്റം പണിയരുത്. ദീർഘചതുരാകൃതിയിലുള്ള നടുമുറ്റമാണ് ശാസ്ത്രം അനുശാസിക്കുന്നത്. ഇതനുസരിച്ച് കിഴക്ക് പടിഞ്ഞാറാണ് നീളം കൂടുതൽ വരേണ്ടത്. ഇനി മഴവെള്ളം നടുമുറ്റത്ത് വരുന്ന രീതിയിലുള്ള ഓപ്പൺ രീതിയിലുള്ള നടുമുറ്റമാണ് നിങ്ങൾ പണിയുന്നതെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കള്ളന്മാരുടെ ശല്യം കൂടുതൽ ആയതുകൊണ്ട് നടുമുറ്റത്തിന് മുകളിൽ തുരുമ്പ് വരാത്ത രീതിയിലുള്ള ഗ്രില്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് സെക്യൂരിറ്റി സംവിധാനം ഒരുക്കുന്നത് നല്ലതാണ്. ഇനി മഴവെള്ളം മുറ്റത്ത് വീഴാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പെർഗോള പണിത ശേഷം അതിനു മുകളിൽ ഗ്ലാസ് ഇടാവുന്നതാണ്. ഇനി മഴവെള്ളം വീഴാത്ത രീതിയിലുള്ള പെർഗോള പണിതുള്ള നടുമുറ്റമാണ് നിങ്ങൾ നിർമ്മിക്കുന്നതെങ്കിൽ ഓരോ പെർഗോളകൾ തമ്മിലും 15 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ വരെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ മഴവെള്ളം വീഴാത്ത നടുമുറ്റമാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന് പ്രധാന കാരണം നടുമുറ്റത്തേക്ക് വെള്ളം വീഴുന്ന സമയത്ത് വീടിനോട് ചേർന്ന ഭാഗങ്ങളിൽ വെള്ളം തെറിച്ച് അഴുക്കാവാനുള്ള സാധ്യതയും നടുമുറ്റത്തിന് ചുറ്റുപാടുമുള്ള വരാന്തയിലെ ടൈലുകൾ മഴയത്ത് വെള്ളം തെറിച്ച് പ്രായമായവരോ കുട്ടികളോ സ്ലിപ്പായി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിലെല്ലാം ഉപരി എല്ലാ സമയത്തും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടിയും വരും. പെർഗോളകൾക്ക് മുകളിലുള്ള ഗ്ലാസുകൾക്കിടയിലൂടെ വീടിലേക്ക് ആവശ്യമായ സൂര്യപ്രകാശവും പെർഗോളകൾക്ക് താഴെയായി എയർ സർക്കുലേഷനായി ഹോളുകൾ ഇട്ടുവെക്കേണ്ടതാണ്. ഇത് വീടിനകത്ത് നല്ല തണുപ്പ് ലഭിക്കുന്നതിന് നല്ലതാണ്. ഇന്ന് സ്ഥലപരിമിതി കാരണം ഒട്ടുമിക്ക ആളുകളും ഇരുനില വീടുകളാണ് പണിയുന്നത്. ഇത്തരം വീടുകളിൽ ഒരു കാരണവശാലും നടുമുറ്റത്തേക്ക് മഴവെള്ളം വീഴുന്ന രീതിയിലുള്ള വീടുകൾ പണിയരുത്. ഇതിന് ഏറ്റവും നല്ലത് പെർഗോളയ്ക്ക് മുകളിൽ ഗ്ലാസ് ഇടുന്ന രീതിയിലുള്ള നടുമുറ്റമാണ്. ഈ കാണുന്നതും അത്തരത്തിലുള്ള ഒരു വീടാണ്. ഇനി നമുക്ക് നടുമുറ്റത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നടുമുറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം വീടിനകത്ത് ശുദ്ധവായുവും പ്രകാശവും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതുവഴി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുന്നു. ഇന്നത്തെ ജയില് പോലുള്ള വീട് നിർമ്മാണ രീതി കുട്ടികളെ അവരുടെ റൂമിൽ തന്നെ തളച്ചിടുകയും ഇത് വീട്ടുകാർ തമ്മിലുള്ള
പരസ്പര സൗഹൃദം കുറയ്ക്കുകയും നടുമുറ്റമുള്ള വീടുകളിൽ ആണെങ്കിൽ വീട്ടുകാരുടെ ഒത്തുചേരലുകൾ എല്ലാം തന്നെ നടുമുറ്റത്തായിരിക്കും. കുട്ടികളുടെ കളിസ്ഥലം, വീട്ടുകാരുടെ സ്നേഹസല്ലാപങ്ങളും മൊബൈലുകളുടെ ഉപയോഗം കുറയ്ക്കാൻ വളരെ സഹായിക്കും. നടുമുറ്റത്ത് ഒരു തുളസിത്തറ പണിയുന്നത് വീടിനകത്ത് കൂടുതൽ ഓക്സിജൻ ലഭിക്കുന്നതിനും വീടുകളെ അണുവിമുക്തമാക്കുന്നതിനും ശുദ്ധവായുവിനോടൊപ്പം ഒരു സുഗന്ധവും ലഭിക്കുന്നതാണ്. വലിയ നടുമുറ്റമാണെങ്കിൽ ചെറിയ രീതിയിലുള്ള അടുക്കളത്തോട്ടം, വാട്ടർ ഫൗണ്ടനുകൾ, ഇന്റീരിയർ ലൈറ്റിംഗ് സംവിധാനങ്ങളും നിങ്ങൾക്ക് ഒരുക്കാവുന്നതാണ്. നടുമുറ്റത്തിൻ്റെ 4 ഭാഗങ്ങളിലും ഇരിപ്പടം, ഭസ്മത്തട്ട്, ഗ്രന്ഥപാരായണത്തിനുള്ള സ്ഥലങ്ങളും നിങ്ങൾക്ക് ഒരുക്കാവുന്നതാണ്. വൈദ്യുത ചാർജ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് നടുമുറ്റമുള്ള വീടുകൾ പണിയുന്നതാണ്. വീടിനകത്ത് പ്രകാശവും വായുവും ലഭിക്കുന്നതുകൊണ്ട് ലൈറ്റിൻ്റെയോ ഫാനിൻ്റെയോ AC-യുടെയോ ഉപയോഗം വളരെ കുറയ്ക്കാവുന്നതാണ്. ഇതുവഴി കറണ്ട് ബില്ലും നമുക്ക് കുറയ്ക്കാവുന്നതാണ്. പഴയകാല നടുമുറ്റ രീതിയിൽ നിന്നും ഒരുപാട് മാറിയെങ്കിലും നമ്മുടെ സുരക്ഷയ്ക്കനുസരിച്ച് പരമ്പരാഗത രീതികളിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തി നമുക്ക് നടുമുറ്റം പണിയാവുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം എന്ന് മാത്രം. പണ്ടുകാലത്ത് വീടുകളിലെ എല്ലാ പ്രധാന ചടങ്ങുകളും നടുമുറ്റത്തായിരുന്നു നടന്നിരുന്നത്. ഓണപ്പൂക്കളം, ഗ്രന്ഥപാരായണം, തറവാട്ട് പരദേവതകളുടെ തെയ്യങ്ങൾ, കഥകളി, സ്ത്രീകളുടെ തിരുവാതിരക്കളി, ഓരോ ദിവസങ്ങളിലും കുടുംബങ്ങളുടെ ഒത്തുചേരലുകളും ഈ നടുമുറ്റത്തായിരുന്നു പണ്ടുകാലങ്ങളിൽ നടന്നിരുന്നത്. ഇനി നമുക്ക് നടുമുറ്റത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒരു നിലയുള്ള വീട്ടിൽ ഓപ്പൺ നടുമുറ്റമാണ് നിങ്ങൾ പണിയുന്നതെങ്കിൽ സെക്യൂരിറ്റി ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഗ്രില്ലുകൾ വെക്കുന്നുണ്ടെങ്കിലും വളരെ ഹാർഡായിട്ടുള്ള ലോഹങ്ങൾ വരെ മുറിക്കാൻ കഴിവുള്ള എക്സോ ബ്ലേഡുകളും ഗ്രൈൻഡർ പോലുള്ള ഉപകരണങ്ങളും സുരക്ഷ ഒരു പ്രശ്നം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അല്പമൊന്ന് ആശ്വാസത്തിന് CCTV പോലുള്ള ഉപകരണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇനി നടുമുറ്റത്തിൻ്റെ മറ്റൊരു ദോഷവശമാണ്, നിങ്ങൾ റോഡിനരികിലായി ഒരു നിലയുള്ള വീട്ടിൽ നടുമുറ്റം പണിയുകയാണെങ്കിൽ വാഹനങ്ങളുടെ കുതിച്ചുപായലിൽ വരുന്ന പൊടിപടലങ്ങൾ നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പക്ഷേ പരിഹാരമില്ലാത്ത ഏറ്റവും വലിയ പ്രശ്നം ഈ പൊടിപടലങ്ങളുടേതായിരിക്കും. മറ്റു വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും ശുദ്ധവായുവും വെളിച്ചവും ലഭിക്കുന്നതുകൊണ്ട് നടുമുറ്റം നമുക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. ഇപ്പോൾ നടുമുറ്റത്തെക്കുറിച്ചും അത് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ചും അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചും ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു. മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.